ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ തിയറിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് ആണ്. ഈ ട്രിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഈ വീഡിയോയിൽ മൊത്തം 4 ട്രിക്സ് ആണ് ഞാൻ പറയുന്നത്. സോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഒഴിവാക്കിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 ട്രിക്സും ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ വരഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ 4 ട്രിക്സ് പറഞ്ഞു തരുന്ന മുമ്പിട്ട് നിങ്ങൾക്ക് ഇമ്പൾസീവ് മൂവ് എന്താണ്, കറക്ഷൻ മൂവ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ആ 4 ട്രിക്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് ഒന്നുമില്ല, കറന്റ് മാർക്കറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതാണ് ഇമ്പൾസീവ് മൂവ്, പോയിന്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡ് ആണ്. ഈ ഒരു അപ് ട്രെൻഡിൽ ഇങ്ങനെ പോകുന്നത് ഇതാണ് ഇമ്പൾസീവ് മൂവ്. കറക്ഷൻ മൂവ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ആ കറക്ഷൻ മൂവ് എന്ന് പറയുന്നത് കറന്റ് മാർക്കറ്റിൻ്റെ അഗെയിൻസ്റ്റിൽ വരുന്നതാണ് കറക്ഷൻ മൂവ്. സോ ഇതൊരു അപ് ട്രെൻഡ് ആണ്. ഈ അപ് ട്രെൻഡിൽ അഗെയിൻസ്റ്റിൽ വന്നത് ഇതൊരു കറക്ഷൻ മൂവ് ആണ്. ഇതൊരു ഇമ്പൾസീവ് മൂവ് ആണ്, ഇത് കറക്ഷൻ മൂവ് ആണ്. ഓക്കെ, അത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കൂടെ ഈ ഒരു ട്രെൻഡ് ലൈൻ വെച്ച് മനസ്സിലാക്കി തരാം. ഇതാണ് ഇമ്പൾസീവ് മൂവ്, ഇതെന്ന് പറയുന്നത് ഒരു കറക്ഷൻ മൂവ്. കറന്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് ആണ്. സോ അപ് ട്രെൻഡിലേക്ക് പോകുന്നൊരു മൂവ് ആണ്. സോ ഇതൊരു ഇമ്പൾസീവ് മൂവ് ആണ്. സോ ഈ ഒരു കറന്റ് മാർക്കറ്റിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മൂവിനാണ് കറക്ഷൻ മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഇമ്പൾസീവ് മൂവും കറക്ഷൻ മൂവും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ 4 ട്രിക്സിൽ ഒന്നാമത്തെ ട്രിക്കായ സ്ലോപ്പ് ഓഫ് ഇമ്പൾസീവ് മൂവ് ഗെറ്റിംഗ് ഫ്ലാറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ചാർട്ടിൽ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ലോപ്പ് ഓഫ് ഇമ്പൾസീവ് മൂവ് ഗെറ്റിംഗ് ഫ്ലാറ്റർ എന്ന് പറഞ്ഞ ട്രിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ വോൾട്ടാസിൻ്റെ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നെയിം പറയണ പോലെ തന്നെ ഇമ്പൾസീവ് മൂവ് ഗെറ്റിംഗ് ഫ്ലാറ്റർ, അതായത് ഇമ്പൾസീവ് മൂവ് ഫ്ലാറ്റ് ആയി വരികയാണ്. സോ അതിൻ്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമ്പൾസീവ് മൂവ് അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഡാർക്കൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലേക്കാണ് പോകുന്നത്. സോ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് പോയിന്റിങ് ടുവേർഡ്സ് ദ കറന്റ് ട്രെൻഡ്. സോ ഇമ്പൾസീവ് മൂവ് ഒരു ഡൗൺ ട്രെൻഡ്. സോ ഇതൊരു ഇമ്പൾസീവ് മൂവ് ആണ്. ഇമ്പൾസീവ് മൂവ് വന്നിട്ട് നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കറക്ഷൻ വന്നു. കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താ പറയുക, പോയിന്റിങ് അഗെയിൻസ്റ്റ് ദ കറന്റ് ട്രെൻഡ്. സോ ഇവിടെ ഒരു കറക്ഷൻ വന്നു. ഓക്കെ, രണ്ടാമതെന്ന് പറയുന്നത് ഈ ഒരു ഇമ്പൾസീവ് മൂവ്, ഈ ഒരു പോയിന്റിൽ ഞാൻ പറയാമോ, ഈ ട്രിക്ക് എന്ന് പറയുന്നത് ഇമ്പൾസീവ് മൂവ് ഗെറ്റിംഗ് ഫ്ലാറ്റർ എന്നാണ്. സോ ഇവിടെ ഇമ്പൾസീവ് മൂവ് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തെ ഇമ്പൾസീവ് എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റ് പോലെ ആയിപ്പോയി. കുറച്ചും കൂടെ വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് നന്നായിട്ട് ഡൗണിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് അത്ര ഡൗണിലേക്ക് വന്നിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റായി. മൂന്നാമത്തെ ഇമ്പൾസീവ് എന്ന് പറയുന്നത് ഇതാണ്. ഇതും അതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് ഫ്ലാറ്റായി. നാലാമത്തെ ഇമ്പൾസീവ് എന്ന് പറയുന്നത് ഇതാണ്. ഇതും അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഫ്ലാറ്റായി. സോ ഇതിലെന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിയേഴ്സിൻ്റെ ആ ഒരു കൺട്രോൾ പോവുകയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കറക്ഷൻ മൂവും കൂടെ ഇവിടെ വരച്ചു കാണിച്ചു തരാം. ഇവിടെ നിങ്ങളിങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇമ്പൾസീവ് മൂവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ് വരുന്നു. പക്ഷേ രണ്ടാമത്തത് കുറച്ചൊന്ന് ഫ്ലാറ്റായി, മൂന്നാമത്തത് കുറച്ചും കൂടെ ഒന്ന് ഫ്ലാറ്റായി, നാലാമത്തത് നന്നായി ഒന്ന് ഫ്ലാറ്റായി. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ്, ബിയേഴ്സിൻ്റെ കൺട്രോൾ പോയി എന്നുള്ളതാണ്. സോ അവിടെ ബിയേഴ്സിൻ്റെ കൺട്രോൾ പോയി എന്നുള്ളത് ഓൾറെഡി നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു സ്ട്രക്ചർ ഓഫ് ദ മാർക്കറ്റ്, ഈ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഇത് തന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പിലേക്ക് മേലോട്ടാണ് പോയത്. ഓക്കെ, ഈ ഒരു ഇമ്പൾസീവ് മൂവ് ഫ്ലാറ്റായി വന്നതിന് ശേഷം ഒരു കൺസൾട്ടേഷൻ പോലെ വന്നതിന് ശേഷം ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ട്രയാങ്കിൾ പാറ്റേൺ ക്രിയേറ്റ് ആയിട്ട് അതൊരു ബ്രേക്കൗട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രേഡ് എന്തായാലും മിസ് ചെയ്യില്ല. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ, ഒരു ഇൻഡിക്കേറ്റ് ചെയ്തു, ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്തു ഇതൊരു റിവേഴ്സിലാണ് ആവാൻ പോകുന്നത്, ഈ ഒരു ട്രെൻഡ്, ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് റിവേഴ്സിലാണ് ആവാൻ പോകുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഇത് ഇമ്പൾസീവ് മൂവ് ഫ്ലാറ്റായി വന്നു. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസൾട്ടേഷൻ പോലെ വന്നു. കൺസൾട്ടേഷനിൽ ഒരു ചെറിയൊരു ട്രയാങ്കിൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അത് നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് ഉണ്ടായി. സോ ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. ഓക്കെ, രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഒന്നുമില്ല, ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡീസ് ഗെറ്റിംഗ് സ്മോളർ ഓൺ ഇമ്പൾസീവ് മൂവ്. അതായത് നിങ്ങൾക്ക് ഇമ്പൾസീവ് മൂവ് എന്താണെന്ന് അറിയാം. സോ ഈ ഒരു ഇമ്പൾസീവ് മൂവിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി സ്മോളർ ആവും എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പോയിന്റ് ആണ് ഫസ്റ്റ് ഇമ്പൾസീവ് മൂവ്. ഓക്കെ, ഈ ഒരു പോയിന്റാണ് ഫസ്റ്റ് ഇമ്പൾസീവ് മൂവ്. ഇതിൽ നോക്കുമ്പോൾ വലിയ കുറച്ച് നല്ല നല്ല ക്യാൻഡിൽസ് ഉണ്ട്. അതായത് ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ബിയേഴ്സ് ആണ് നല്ലൊരു രീതിക്കുള്ള കൺട്രോൾ എന്നുള്ളത്. രണ്ടാമത്തെ ഈ ഒരു ഇമ്പൾസീവ് മൂവ് നോക്കുമ്പോൾ, അതായത് രണ്ടാമത്തെ ഇമ്പൾസീവ് മൂവിൽ ഈ ഒരു
ക്യാൻഡിൽസിൻ്റെ വലിപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് നല്ല 2 ക്യാൻഡിൽസ് ഉണ്ട്, പക്ഷേ ഇങ്ങനത്തെ ക്യാൻഡിലല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ ഇതിൻ്റെ മീനിങ് ചെറുതായിട്ടൊന്ന് ഇവിടെ ബിയേഴ്സ് വീക്കായി എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇമ്പൾസീവ് മൂവിൽ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു ഇതിലും അത്ര നല്ല ക്യാൻഡിൽസ് അല്ല ഉള്ളത്. കമ്പയർ ടു പ്രീവിയസ് ഇമ്പൾസീവ് മൂവ്സ് ഇവിടെ അതേപോലത്തെ ഒരു നല്ലൊരു ക്യാൻഡിൽസ് അല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഇടയിൽ കുറച്ച് ചെറിയ രീതിക്കുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തെ ഇമ്പൾസീവ് മൂവ് നോക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമ്പൾസീവ് മൂവിൽ ഇവിടെ നല്ല രീതിക്ക് റിജക്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ കുറേ ഡോജി ക്യാൻഡിൽസും പിന്നെ അതേപോലെ തന്നെ സ്പിന്നിങ് ടോപ്പും ക്യാൻഡിൽസും അങ്ങനത്തെ ക്യാൻഡിൽസൊക്കെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇൻഡിസിഷൻ ബിറ്റ്വീൻ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതും നമുക്കൊരു ഇൻഡിക്കേഷൻ, അതായത് ഇതും നമുക്കൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ട്രെൻഡ്, ഈ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് റിവേഴ്സിലാവാനുള്ള ചാൻസസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പാറ്റേൺ തന്നു. പാറ്റേൺ തന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്കൗട്ട് കിട്ടി. സോ ഇവിടെ നമ്മൾ എവിടെയെങ്കിലൊക്കെ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ നമുക്കിവിടെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. പിന്നെ പോരാത്തിന് നമുക്കിവിടെ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു നമുക്കിത് ഇൻഡിക്കേറ്റ് ചെയ്തു, ഒരു ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്തു. അതായത് ഇവിടെ ഇത് ചെറുതായിട്ടൊന്നും വീക്കായി വരുന്നുണ്ട് ബിയേഴ്സ് എന്നുള്ളത്. സോ ബിയേഴ്സ് വീക്കായെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ബുള്ളിഷ് ആവാനുള്ള ചാൻസസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ബിയേഴ്സ് വീക്കായി ബുള്ളിഷ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് കറക്ഷൻ മൂവ്സ് ഗെറ്റിംഗ് സ്റ്റീപ്പർ. അതായത് സ്റ്റീപ്പർ എന്ന് പറഞ്ഞൊന്നുമില്ല, അത് കുറച്ചും കൂടെ ഒന്ന് കുത്തനെ ഇറങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അപ് ട്രെൻഡാണ്. ഓക്കെ, ഇതൊരു അപ് ട്രെൻഡാണ്. ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതൊരു അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡ് കഴിഞ്ഞിട്ട് ചെറിയൊരു കറക്ഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ചെറിയൊരു കറക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അപ് ട്രെൻഡിൽ ചെറിയ രീതിക്ക് ഒരു കൺസൾട്ടേഷൻ പോലെ വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്കൗട്ട് പോലെ വന്ന് അതൊരു അപ് ട്രെൻഡിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് ഈ ഒരു കറക്ഷനെക്കാളും ഈ ഒരു കറക്ഷൻ കുറച്ച് വലിയ കറക്ഷനാണ്. സോ ഇവിടെ ചെറിയ രീതിക്ക് ബുള്ളിഷ്, അതായത് ബുൾസ് ചെറുതായിട്ടൊന്ന് വീക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടാമത്തേത് നോക്കാമെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു കറക്ഷൻ, അതായത് ഇമ്പൾസീവ് മൂവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കറക്ഷൻ മൂവും ഇവിടെയും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി വലിയൊരു കറക്ഷനാണ്. ഈ ഒരു കറക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലുതാണ്, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ എന്താ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബുൾസ് അവരെ കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബുൾസ് വീക്കായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മീനിങ്. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് വളരെ ഓപ്പോർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമ്പൾസീവ് മൂവ്, ഈ ഒരു കറക്ഷൻ മൂവ് ഒക്കെ ഒന്നും കൂടെ നന്നായിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ ഈ ഒരു കറക്ഷൻ മൂവ്, ആക്ച്വലി ഈ ഒരു കറക്ഷൻ മൂവ് എന്ന് പറയുന്നത് ഒരു ഇമ്പൾസീവ് മൂവായി മാറിക്കഴിഞ്ഞു ഇവിടെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ വന്ന് ഈ ഒരു കറക്ഷൻ മൂവ് ആയിരുന്നു. ഈ ഒരു കറക്ഷൻ മൂവ് പിന്നെയും വലുതായി. ഈ ഒരു കറക്ഷൻ മൂവ് കമ്പാരിറ്റീവ്ലി ഇത് വലിയ കറക്ഷൻ മൂവാണ്. നെക്സ്റ്റ് ഈ കറക്ഷൻ മൂവ് എന്ന് പറയുന്നത് ഇതൊരു ഇമ്പൾസീവ് മൂവായി മാറിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ട്രിക്ക്. ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെൻഡ് ഈസ് ഫ്രണ്ട് എന്നാണ് നമ്മൾ പറയുക, എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർ പറയുക. അത് കറക്റ്റാണ്. പക്ഷേ ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ഈസ് ഫ്രണ്ട്, ട്രെൻഡ് നമുക്കൊരു ഫ്രണ്ടാണ്, പക്ഷേ അൺടിൽ ഇറ്റ്സ് ബെൻഡ്, അങ്ങനെയാണ് ഇപ്പോഴത്തെ എല്ലാവരും പറയുന്നത്. സോ ട്രെൻഡ് ഇവിടം വരെ ഓക്കെയാണ്, ഇവിടം വരെ നിങ്ങൾ ബൈ ചെയ്ത് ലോങ്ങിലാണ് നിൽക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ഇത് ബെൻഡായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും എക്സിറ്റ് ആകാനായിരിക്കും നല്ലത്. പിന്നെ പോരാത്തതിന് ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു പാറ്റേണും ഇത് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വരയ്ക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്യൂറായിട്ടുള്ളൊരു നല്ലൊരു പാറ്റേണും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കൺഫർമേഷൻ കിട്ടി, ഇവിടെ ഇത് വീക്കനായി വരികയാണ്, ഈ ഒരു ബുൾസ് വീക്കായി വരികയാണെന്നുള്ളൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. സോ നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ആ കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയി, ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുള്ളൂ, ഇവിടെ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, ഇനി നാലാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ക്യാൻഡിൽസ്റ്റിക് ബോഡീസ് ഗെറ്റിംഗ് ലാർജർ ഓൺ കറക്ഷൻ മൂവ്സ്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ നമ്മൾ നോക്കിയ മൂന്നാമത്തെ ട്രിക്കിൽ നോക്കിയ ആ ഒരു തന്നെയാണ്. ഇവിടെ ഒരു കറക്ഷൻ മൂവ് ഉണ്ട്. ഓക്കെ, ആ ഒരു കറക്ഷൻ മൂവ് ഞാനിവിടെ സർക്കിൾ ചെയ്യാം. ഇവിടെ ഒരു കറക്ഷൻ മൂവ് ഉണ്ട്. ഇതിൻ്റെ ക്യാൻഡിൽസ്റ്റിക് ബോഡി എന്ന് പറയുന്നത് 2 ക്യാൻഡിൽസൊക്കെ ഉള്ളൂ, അത് കുഴപ്പമില്ലാത്ത കൺസിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കൺസൾട്ടേഷനിലേക്കാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ക്യാൻഡിൽസിക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി അതിൻ്റെ എണ്ണം കൂടി, പിന്നെ ഇവിടെ 2 ക്യാൻഡിൽസ് കുറച്ച് വലിയ ക്യാൻഡിൽസാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു വലിയ രീതിക്കുള്ള ഒരു ഇമ്പൾസീവ് മൂവ്, ഒരു കറക്ഷൻ മൂവാണ് ഇവിടെ ഉള്ളത്. അത് ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കറക്ഷൻ മൂവിലെ ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ലാർജറാണ് കമ്പയർ ടു പ്രീവിയസ്
കറക്ഷൻ മൂവ്സ്. ഈ കറക്ഷൻ മൂവ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ക്യാൻഡിൽസ് ലാർജറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് റിവേഴ്സലാണ് നമുക്കിത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയി. സോ നമ്മളിവിടെ എൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. പിന്നെ നിങ്ങളിവിടെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നോക്കാണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ട്രെൻഡ് റിവേഴ്സലാവാൻ പോവുകയാണ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദി മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി കുറച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇവിടെ ഒരു ലോ ആണ്. ഈ ഒരു ലോ കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഹൈ ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലോ ആണ്. ഓക്കെ, വെയിറ്റ്, ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോ പോലെയാണ്, ഇവിടെ ഒരു ഹൈ. ഓക്കെ, അപ്പോൾ അതായത് അപ് ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹയർ ലോസ്, ഇവിടെ ഹയർ ലോ, ഹയർ ഹൈസ്, ഹയർ ഹൈ, ഇതാണ് അപ് ട്രെൻഡ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നെക്സ്റ്റ് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറക്ഷൻ മൂവ്, അതായത് ഈ ഒരു ഇമ്പൾസീവ് മൂവ്, കറക്ഷൻ മൂവ് അല്ല, ഈ ഒരു ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് ഇതിനെ കട്ട് ചെയ്തിട്ട് മേലോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു അപ് ട്രെൻഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉള്ളൂ. പക്ഷേ ഇവിടെ തന്നെ ഇത് ഫെയിൽഡായി. ആക്ച്വലി നമുക്ക് ഈ ഒരു കൺഫർമേഷനും കിട്ടിയിട്ടുണ്ട്. അതായത് കറക്ഷൻ മൂവ്സിന്റെ ക്യാൻഡിൽസും ഇവിടെ വലുതായി എണ്ണത്തിലും കൂടിയും വരുന്നുണ്ട്. എണ്ണങ്ങൾ കൂടി കറക്ഷൻ മൂവ്സ് വലുതായി വരുന്നുണ്ട്. അതേപോലെ തന്നെ കറക്ഷൻ മൂവ്സിന്റെ ക്യാൻഡിൽസ് വലുതായി വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്രീവിയസ് ഹൈനെ ഇത് കട്ട് ചെയ്യാൻ ഇവിടെ ഫെയിൽഡായി. സോ വിച്ച് മീൻസ് ഇതൊരു റിവേഴ്സലാണെന്നുള്ളത് നമുക്ക് കുറേ ആംഗിൾ കൂടെ നമുക്ക് ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഇതൊരു റിവേഴ്സലാവുകയാണ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കിത് മനസ്സിലായി ഇതൊരു റിവേഴ്സലാവുകയാണെന്നുള്ളത്. സോ നമ്മളൊരു പാറ്റേണിന് വേണ്ടി വെയിറ്റ് ചെയ്തു, അവിടെ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്തു, ഒരു ബ്രേക്കൗട്ട് കിട്ടി, നമ്മളിവിടെ എൻ്റർ ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നല്ലൊരു പ്രോഫിറ്റാണ് ഇവിടെ കിട്ടുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ നാല് ട്രിക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.